ഞാൻ തുടങ്ങട്ടെ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും രണ്ടും രണ്ടാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്ക് മത്സരിക്കാം, വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്ക് വോട്ട് ചെയ്യാം. ഇത് സുപ്രീം കോടതി പിന്നെ ഹൈക്കോടതി വാക്കാൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു ക്രിമിനൽ കേസായിട്ട് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ അതാണ് എൻ്റെ നിയമപരമായ എനിക്ക് ഞാൻ ഈ വിഷയത്തിൽ കേസ് നടത്തിയ ഒരാളെന്നത് അത് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. അഴിമതി അത്. അപ്പോൾ ഇതിന് നിയമപരമായ പരിഹാരം എന്താണ്? ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനുള്ള നിയമപരമായ പരിഹാരം എന്താണ്? അപ്പൊ ഇതിനകത്തൊരു ക്രിമിനൽ കേസാണ്. വ്യാജ അഫിഡവിറ്റുകളും വ്യാജ രേഖകളും ഉപയോഗിച്ചുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമത്തെ അട്ടിമറിച്ച് കൃത്രിമമായ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ഞങ്ങൾ SP പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യാൻ ഒരു പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് താമസിക്കുകയും നിയമപരമായി അവർക്ക് അവകാശപ്പെട്ട അത്തരത്തിൽ നിയമപരമായി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് അവർക്ക് വോട്ട് ചേർക്കുകയും അത് ചെയ്യും. അതെങ്ങനെ കള്ളോട്ടാവുന്നത്? അതെങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറിയാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തൃശ്ശൂരേക്ക് വോട്ട് വരുന്നു, അത് കഴിയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെയാണ്? അതെങ്ങനെയാണ്? എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പ് ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിയമപരമായി സാധ്യമെങ്കിൽ അത്തരം സ്ഥലത്ത് പോയിട്ട് വോട്ട് ചേർക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ അദ്ദേഹത്തിന് കൂടെ നിന്നില്ലെങ്കിലല്ലേ തെറ്റ്? ഇതിങ്ങനെ എത്ര വട്ടം കോടതിയിൽ വരട്ടെന്നേ. നമുക്കെന്താ, നിങ്ങളെന്താ ഇതുവരെ കോടതി പോകാത്തത്? ഇപ്പോഴല്ലേ ഇന്നലെ പോയത്, നിങ്ങളുടെ നേതാക്കൾ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരം ഈ 60,000 കള്ളോട്ട് ചേർത്ത്, ഈ 60,000 കള്ളോട്ട് ചേർത്ത് ഞങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 60,000 കള്ളോട്ട് ചേർത്തൊക്കെ BJP ചെയ്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത്തരം തൊടുന്യായങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സത്യസന്ധത അല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഇതുവരെ ഈ ഇലക്ട്രൽ മെഷീനെ വരെ നിങ്ങൾക്ക് സംശയമായിരുന്നു. ഞാൻ ആ കാര്യം അറിഞ്ഞിടക്കണായിരുന്നു. നീ എന്താണ് ഇപ്പൊ അതിനെ ഓർമ്മിപ്പിച്ചത്? ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംശയമായി, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന പല സംഘടനകളെ നിങ്ങൾക്ക് സംശയമാണ്. ഇതെല്ലാം നിങ്ങൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതുവരെ കോൺഗ്രസിന് മാത്രമല്ല പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് വരെ ഒരു ഇരയെ ആവശ്യമായിരുന്നു. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. നിരന്തരം തോൽക്കുന്ന ഒരു പാർട്ടി അവർ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു വലിയ പ്രതിരോധം തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നു? അതിന് മാധ്യമങ്ങളും ചേർക്കുന്നു. വെറുതെ ചകയാൻ നിൽക്കണ്ട, പൊള്ളം. ഒരു വാർഡിൽ എറണാകുളത്ത് ഒരൊറ്റ വീട്ടിൽ 37 86 വോട്ടുകൾ ഹൈബീഡിനാണോ ചേർത്ത് വെച്ചേക്കുന്നത്? ഹൈബീഡിനല്ലേ ജയിച്ചത്? എല്ലാ വോട്ടുകൾ ചേർത്തത് മുഴുവൻ BJPയുടെ ആണെന്നും അതുകൊണ്ടാണ് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള വാർത്തയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെയും ലാക്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് മറ്റെങ്ങും ശിവശങ്കർ, മറ്റൊരു സംസ്ഥാനത്തുമില്ല. സുരേഷ് ഗോപിയുടെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം കള്ളവോട്ട് ചേർത്താണ് അല്ലെങ്കിൽ വ്യാജ വോട്ട് ചേർത്താണെന്ന വാദം ന്യൂസ് അവറിനില്ല, ഞങ്ങൾക്കില്ല. അന്വേഷിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ്. തൃശ്ശൂരിൽ മാത്രമല്ല, അങ്ങനെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിനോടോ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസറോടോ നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിപ്പെട്ടതിന് ശേഷം ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിച്ച് തന്നെ കോടതിയെ സമീപിക്കാവുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിനുള്ള സമയപരിധി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 3 മാസമോ മറ്റോ ആണ്. അതോ 45 ദിവസം, 1.5 മാസമോ അങ്ങനെ എന്തോ ആണ്. അത് സെക്ഷൻ 81 എന്തോ പറയുന്നുണ്ട് ആക്ടിൻ്റെ. 80 പറയുന്നുണ്ട് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാം ഹൈക്കോടതിയിൽ എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്ര ബോധ്യമുണ്ടായിരുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ മറുപടി മതിയാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം. വിനു തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് BJP ജയിച്ച സീറ്റ് ആയതുകൊണ്ടാണ്. കേരളത്തിലെ രാഷ്ട്രീയം പ്രത്യേകിച്ച് UDFൻ്റെയും LDFൻ്റെയും അതിന് വിരുദ്ധമാണ് എന്നും അത് ആ സമയം മുതൽ തന്നെ അതിന് പല കാരണങ്ങൾ അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. പറഞ്ഞത് സത്യം തന്നെയാണ്. പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ആ പൂരം കലക്കലൊന്നും അല്ല, മറിച്ച് വോട്ടേഴ്സിനെ ചേർത്തിരിക്കുന്നതാണ്. അതോ ഇതേ ആൾക്കാർ തന്നെയാണോ വന്ന് പൂരം കലക്കാൻ പോയത് എന്നൊരു വാദം നാളെ വരുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ മനുഷ്യനായ നാണം വേണേ. എന്തായാലും ഇന്നായപ്പോഴേക്കും തൃശ്ശൂരിനെ ചൊല്ലി സുരേഷ് ഗോപിയെ ചൊല്ലി മാത്രം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറേയധികം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതായത് ഒരു സുരേഷ് ഗോപിയെ പിടിച്ച് കുരിശിൽ തറച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൂടുതൽ ജില്ലകൾ, കൂടുതൽ വോട്ടർ പട്ടികകൾ, കൂടുതൽ നേതാക്കളെക്കുറിച്ച് വാർത്ത വരുന്നുണ്ട്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാൻ നേരിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ ഞാൻ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തിട്ട് പരിശോധിക്കാൻ കഴിയും. അതിൽ കോഴിക്കോട് ജില്ലയിൽ ഒരേ വീട്ടിൽ തന്നെ 30-ലധികം വോട്ടർമാരുള്ള നിരവധി കേസുകളുണ്ട്. എന്റെ വിഷയമാവില്ല. ഒരേ വീട് നമ്പറാണ്, ഞാൻ നേരിട്ട് പരിശോധിച്ചതാണ്, 30-ലധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതമൈത്രി കളിയാടുകയാണ്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വലിയ സാഹോദര്യത്തോടു കൂടി ഒരേ വീട്ടു നമ്പറിൽ കഴിയുകയാണ്. 30-ലധികം അഡൽട്ടുകളായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ഒരെണ്ണമല്ല, പല വാർഡുകളിലായിട്ട് പല വീടുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആര് ചേർത്തു? ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? നമ്മളിപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിനുള്ള വോട്ട് ഹരിപ്പാട് ഡാണാപ്പടി വാർഡിലെ മണ്ണാറശാല UP സ്കൂളിൽ അദ്ദേഹത്തിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്. അദ്ദേഹത്തിന് ചെന്നിത്തല തൃപ്പരുന്തുറ വാർഡിലെ തൃപ്പരുന്തുറ UP സ്കൂളിൽ വോട്ടുണ്ട്. ഞാനിത് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ 2 വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുണ്ട്. അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക് ഒക്കെ വോട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് എൻഡിൽ കാണുന്നത് നമ്മുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ്. ആ വോട്ടർ ID കാർഡും 2ആണ് എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം എന്തായിരിക്കും? അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടർ ID കാർഡ്, അദ്ദേഹത്തിന് 2 മണ്ഡലങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം മറ്റേടത്ത് ഇത് വേണ്ട, വെട്ടണ്ട എന്ന് കരുതി ഇതിലേക്ക് ചേർത്തേക്കാം എന്ന് കരുതുകയോ, അദ്ദേഹം കള്ളവോട്ട് കുടുംബത്തോടകം ചെയ്യും എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് തൃശ്ശൂരിലെ മാത്രം കേസല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവരാരും തന്നെ ഏതെങ്കിലും സ്ഥലത്ത് 2 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതാണ് കള്ളവോട്ട്. ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ കേസിൽ എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എനിക്ക് വോട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടില്ല. ഇത് വോട്ട് ചേർക്കാനൊക്കെ കൊടുത്തിരുന്നതാണ്. ആരാണിത് വെട്ടിമാറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് അവിടെയില്ല, ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന സമയത്ത് ഇവിടെയും ഇല്ല. അത് ആരോ ചേർക്കുന്നുണ്ട്, ആരോ വെട്ടുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറയുന്നത് ക്ലീനപ്പ് ചെയ്യണം. ഒരേ ഐഡിയിൽ 1-ലധികം വോട്ടർമാരുണ്ടെങ്കിൽ അത് ക്ലീനപ്പ് ചെയ്യണം. ഞാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ മാത്രമായിട്ട് ഇത് ചെയ്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇവിടെ മരിച്ചുപോയ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി മരിച്ചു പോയിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇലക്ടറൽ ഓഫീസർമാർ പരാതിപ്പെടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന കേസ് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരാളിൻ്റെയോ ഒരു മണ്ഡലത്തിൻ്റെയോ മാത്രം വിഷയമല്ല, മറിച്ച് ഇത് കളക്റ്റീവായിട്ട് ക്ലീനപ്പ് ആവശ്യമുള്ള ഒരു വിഷയമാണ്. നിന്നാണെന്നാ ഉള്ള പറയല്ലേ, നീ പുലിയാണ് കേട്ടാ. അതല്ല എങ്കിൽ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ രമേശ് ചെന്നിത്തല, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിൻ്റെ കേൾക്കുന്നു, ഞാനത് കണ്ടതല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ തട്ടിപ്പുകാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ പറയുന്നത് ഇതിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന്, 2 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ തെളിയിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഇറ്റ്സ് എ ക്ലിയർ കേസ്. ഒരു രക്ഷയില്ല മുതലാളി, അവൻ അമ്പിന് ബില്ലിന് കൊടുക്കുന്നില്ല. പക്ഷെ പെർമനന്റ് റെസിഡൻസ് എന്നുള്ള ഒരു കാര്യത്തിലല്ല ഇവിടെ വോട്ടർ ഒരാൾ എലിജിബിൾ ആകുന്നത് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്നിട്ട് ഈ നിയമത്തിൽ പരിഷ്കാരം ഉണ്ടാക്കാനായിട്ട് പറയണം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വോട്ട് എവിടെയാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത് കണ്ണൂരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഓർഡിനറിലി ഒരു റെസിഡന്റ് ആയിരിക്കുന്നത് എവിടെയാണ്? അദ്ദേഹം തിരുവനന്തപുരത്താണ്, ക്ലിഫ് ഹൗസിലാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തിരുവനന്തപുരത്താണ്, അല്ലാതെ ധർമ്മടത്തുള്ള അല്ലെങ്കിൽ കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല. പക്ഷേ ഇന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയാണുള്ളത്? തിരുവനന്തപുരത്തല്ല അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കണ്ണൂരിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് ഓർഡിനറി റെസിഡന്റ് ഇവിടെ അല്ലേ, സുരേഷ് ഗോപി തൃശ്ശൂരിലായിരുന്നു, ഇപ്പം സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വന്നു, തള്ളേ കൊള്ള ഒടപ്പുറന്നുന്റെ ഉയിര് പോയാലും വേണ്ടൂല്ല, നാത്തൂന്റെ കണ്ണിലെ കണ്ണീരുണ്ടാവുന്നു, ഇപ്പം സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വന്നു എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ശ്രീ ജോർജ് പടിപ്പാറ, രാഹുൽ ഗാന്ധിയാണ് ഈ വോട്ട് മോഷണം എന്ന ആരോപണം ഉന്നയിച്ചതെങ്കിലും അത് രാജ്യമാകെ ചർച്ചയാകുമ്പോൾ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയേണ്ടി വരും. കേരളത്തിലത് തൃശ്ശൂർ മണ്ഡലത്തെ മുൻനിർത്തി വികസിച്ച് വരികയാണെങ്കിലും എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ.
എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സത്യത്തിൽ ഈ ഗോൾ പോസ്റ്റ് ആളുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണോ? ആദ്യം തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കൂടുതലായി BJP-യിലേക്ക് ഒഴുകി. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ക്രിസ്ത്യൻ സഭകൾ സ്വീകരിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നു. പരാജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടായ വിള്ളൽ, അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിയും. സതീഷിനെ ലക്ഷ്യമിട്ട് കെ മുരളീധരന്റെ ഒളിയമ്പ്. അതിലെ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇന്നിപ്പോൾ വ്യാപകമായി വോട്ട് ചേർത്തതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഫിക്സ് എടാ എൽദോ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഷൻലക്രാദിനെ പറയുന്ന അത്തരം വോട്ടുകളിൽ 20,000 25,000 ഒക്കെയാണ് പോൾ ചെയ്തതെന്നാണ്. ചുരുക്കത്തിൽ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണങ്ങൾ ഇപ്പോൾ തേടുകയാണോ? പരാജയം ഉണ്ടായ ആളുകൾ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കാതെ അതിനൊരു കാരണം, ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള കാരണം കണ്ടെത്തുകയാണോ? സത്യത്തിൽ വിനോദിനകത്ത് ആദ്യം അംഗീകരിക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപി ജയിച്ചത് ഈ വ്യാജ വോട്ട് കൊണ്ടോ കള്ള വോട്ട് കൊണ്ടോ ഒന്നുമല്ല. അതൊരു വസ്തുതയാണ്. അതായത് 75,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടിയതിൽ ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സിലെ അതാണ് ഏറ്റവും വലിയ യോഗ്യത. വലിയ ഘടകങ്ങൾ പലതുമുണ്ട്. ഒരു 4-5 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് അവിടെ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഉൾപ്പെടാത്ത സമുദായത്തിനിടയിലേക്ക് അദ്ദേഹം നടത്തിയ പെനിട്രേഷൻ, അവരുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ ആ വികാരമാണ് ബാനിസാറിന് 1000 വോട്ടിനെ തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഭവിച്ചു. അതിൽ കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് CPM-ന് ചെയ്തുകൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ വളരെ ഗണ്യമായി തന്നെ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ടാണ് അന്തിക്കാട് പോലുള്ള സ്ഥലത്ത് പോലും ഈ പറഞ്ഞ ഈഴവ കേന്ദ്രമായിട്ടുള്ള അന്തിക്കാട്, നമ്മുടെ സുനിൽകുമാറിന്റെ അന്തിക്കാട് പഞ്ചായത്തിൽ പോലും BJP-ക്ക് ഇത്രയും ഗണ്യമായ വോട്ട് വർധന ഉണ്ടായത്. ആലോചിക്കുമ്പോ തന്നെ കഷ്ടം തോന്നുന്നു. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല. ശബത്തി കുത്താതെ കളിയാ. അതുപോലെ ഞങ്ങളുടെ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ എത്രയോ പഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നിടത്ത് സുരേഷ് ഗോപി ലീഡ് ചെയ്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതായത് പരമ്പരാഗതമായി ഈ 2 മുന്നണികൾക്ക് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ഈ തവണ ഷിഫ്റ്റ് ചെയ്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അതാണ് വസ്തുത അദ്ദേഹത്തിന്റെ വിജയത്തിന്. എന്താ സംശയം മാറിയോ? ഓ